കക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് എല്ലാ കാർട്ടൂൺ പ്രേമികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ കത്തി നിൽക്കുന്ന നമ്മുടെ സ്വകാര്യ സർവകലാശാലകളെ പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂണിനകത്ത് ഞാൻ ചിത്രീകരിക്കുന്നത്. ഇത് നമ്മുടെ പൊളിറ്റിക്കൽ ഇഷ്യൂവും വയലാർ അശ്വമേധം എന്ന് പറഞ്ഞ കവിതയിൽ ഒരു വഴിയുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയെത്തി ഞാൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന വയലാറിൻ്റെ പ്രശസ്തമായ കവിത. ആ കവിത ഞാൻ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ കാർട്ടൂണിന് ഒരു ശക്തി പകരാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളെല്ലാം മുച്ചൂട് എതിർക്കുന്ന ഒരു നയമാണ് CPM എപ്പോഴും തുടർന്നു വന്നുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒരു പ്രമുഖ കാര്യമാണ് ഈ സ്വകാര്യ സർവകലാശാല. നമുക്കറിയാം, സ്വകാര്യ സർവകലാശാലയുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നമ്മുടെ TP ശ്രീനിവാസൻ. അദ്ദേഹത്തിന് അന്നത്തെ SFI ഗുണ്ടകൾ കോവളത്തൊരു മീറ്റിങ്ങിന് വന്നപ്പോൾ കരണക്കുറ്റിക്കെട്ട് അടിച്ച് താഴെയിട്ട ഒരു സംഭവം ഉണ്ടായി. ആ അടിച്ച് താഴെ ഇട്ടവന് നിയമസഭയിൽ നിന്ന് നിയമനിർമ്മാണം നടത്തുവാണ്. അവനാണ് ഈ നിയമം നിർമ്മിക്കുന്നത്. അതായത് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും, ഇപ്പം മറ്റേ വിമാനത്താവളങ്ങളാകട്ടെ, സീപ്ലെയിൻ ആകട്ടെ, മറ്റേ വിഴിഞ്ഞമാകട്ടെ, ഏതാണെങ്കിലും ആദ്യം കൊണ്ടുവരുമ്പോൾ ഉടക്കിടുന്നത് ഇവരാണ്. എന്നിട്ട് ഇവരുടെ ഭരണകാലത്ത് അത് പേര് മാറ്റി. ഇപ്പോൾ പ്രീ ഡിഗ്രി ബോർഡ് തന്നെ അങ്ങനെയാണ്. പ്രീ ഡിഗ്രി ബോർഡിനെ ആദ്യം ഇവർ എതിർക്കുകയും സമരം നടത്തുകയും ഇവരുടെ അധ്യാപകരെ ഉപയോഗിച്ച് കുട്ടികൾ എഴുതിയ പരീക്ഷാ പേപ്പർ വലിച്ചു കീറി മറ്റേ സെപ്റ്റി ടാങ്കിലിട്ട് വെള്ളമൊഴിച്ച ആളുകളാണ് ഇവർ. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അത് പ്രീ ഡിഗ്രി ബോർഡാക്കി, അത് +1 +2 ആക്കി പുനർനാമകരണം ചെയ്ത് നടപ്പാക്കി. അതുപോലെയാണ് ഈ സീപ്ലെയിനും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ എതിർത്തു, ഇവർ വന്നപ്പം നടപ്പാക്കി. ഇപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റേ കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പദ്ധതി, നെടുമ്പാശ്ശേരി എയർപോർട്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് വിമാനം ഇറങ്ങിയാൽ എൻ്റെ നെഞ്ചത്തൂടെ ഇറങ്ങത്തുള്ളൂ എന്ന് വാശി പിടിച്ച നേതാവ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണിപ്പോൾ. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഓരോന്നിനും ഓരോന്നിൻ്റെതായ സമയമുണ്ട്, മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ തീരുമാനമാണ് ഇതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഓരോന്നിനും ഓരോ സാഹചര്യം ഉണ്ടെന്ന് പറയാനായിട്ട് ഈ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ സാഹചര്യം തീരുമാനിക്കുന്ന ഈ വിരലിലെണ്ണാവുന്ന കുറേ ഈ മാർക്സിസ്റ്റ് ബുദ്ധിജീവികളാണ്. ഇവർ തീരുമാനിക്കുമ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കാൻ പറ്റത്തില്ല. ഇവർ തോന്നുമ്പോൾ ഇവർ നടപ്പാക്കും. അപ്പോഴത്തേക്കും വർഷങ്ങൾ പോയി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുക. ഇവർ ഓരോ കോളേജിലും പാർട്ടി ചെയ്യുന്ന നശീകരണം ഒരു വശം, പിന്നെ മറ്റൊരു വശം ഈ സർക്കാരിൻ്റെ ഒരു നയത്തിനെതിരെ ഈ കുട്ടിപ്പട്ടാളത്തിനെ ഇറക്കി വിട്ടിട്ടുള്ള നശീകരണം വേറെ. ഇതിപ്പം കാലാനുസൃതമായ തീരുമാനമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് കാലാനുസൃതമൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ്. ഈ കുറച്ച് പിന്നെ കടൽക്കിഴവന്മാരും കുറച്ച് മൂരാച്ചികളുമായിട്ടുള്ള ഈ CPM നേതാക്കളാണ്. അപ്പം ഇവർ എന്ത് പുരോഗമനപരമായ തീരുമാനം വന്നാലും അതിനെ മുച്ചൂട് എതിർക്കുകയും എന്നിട്ട് സ്വയം ഇവർ പുരോഗമന പാർട്ടി എന്നാണ്, പുരോഗമന കക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ഇതിൻ്റെ ഈ സാങ്കത്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മറ്റേ കേരളത്തിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് ഈ പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഒന്നും ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇവിടെ കൈകാര്യം ഇവർ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് എന്നും പറഞ്ഞ് കുറേ ലക്ഷങ്ങൾ മുടക്കി കുറേ കോൺക്ലേവ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം നല്ല നിലയിലെത്തുമോ? ഒരിക്കലുമില്ല. ഇവരുടെ ഈ SFIയുടെയും ഈ കിങ്കരന്മാരുടെയും മനസ്സ് നന്നാകാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം യാതൊരു കാരണവശാലും ഗുണം പിടിക്കത്തില്ല. ഇവർ തന്നെ ഇപ്പം മറ്റേ പരീക്ഷ എഴുതാതെ ജയിക്കുകയും കോപ്പി അടിക്കുകയും പിന്നെ വ്യാജ മാർക്ക് ലിസ്റ്റ്, അങ്ങനെ 100 കേസുകൾ ഇവരുടെ പേരിൽ തന്നെ ഉണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്വകാര്യ സർവകലാശാല. ഇനിയിപ്പോൾ ഈ നമ്മുടെ പാലക്കാട്ട് ബ്രൂവറി തുടങ്ങുന്ന കണക്ക് തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. അല്ലെങ്കിൽ ഒന്നും കാണാതെ ഒന്നും പിണറായി വിജയൻ അതൊന്നും ഇറങ്ങത്തില്ലല്ലോ.
അപ്പം മറ്റേ ഈ പാലക്കാട്ടെ ബ്രൂവറി കമ്പനിക്കാരൻ കോളേജ് തുടങ്ങാനെന്ന് പറഞ്ഞിട്ടാണ് സ്ഥലം വാങ്ങിക്കൂട്ടിയത് അവിടെ പാലക്കാട്. മറ്റേ ആ സ്ഥലത്തിൻ്റെ പേരെന്തുവാണ്, എന്തായാലും പാലക്കാട് സ്ഥലം മേടിച്ചത്. അത് ഇപ്പോൾ മറ്റേ കൃഷി വകുപ്പ് അല്ല റവന്യൂ വകുപ്പ് അതിന് ഉടക്കിട്ടിട്ടുണ്ട്. മറ്റേ ഇതിന് മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കത്തില്ല എന്ന് റവന്യൂ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പുള്ളിയുടെ അടുത്ത ഓപ്ഷൻ ചിലപ്പോൾ സ്വകാര്യ സർവകലാശാലയായിരിക്കും. മദ്യക്കമ്പനിയും സ്വകാര്യ സർവകലാശാലയൊക്കെ ഒരു പരസ്പര പൂരകങ്ങളാണല്ലോ ഇപ്പോൾ. അപ്പോൾ അത് ഇത് കോളേജ് തുടങ്ങുന്നില്ലെങ്കിൽ മദ്യശാല തുടങ്ങാം, മദ്യശാല തുടങ്ങിയില്ലെങ്കിൽ കോളേജ് തുടങ്ങാം എന്നാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു തീമിനെ വെച്ചിട്ട് നമ്മളൊരു കാർട്ടൂൺ വരയ്ക്കാം. അതായത് കേരളത്തിനെ പതിറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകണം. ഇവരുടെ ഈ പുരോഗമനമൊക്കെ വാക്കിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിനെ വളരെ പുരോഗതിയിലേക്ക് വളരെ സ്ലോയിൽ നയിക്കുന്ന, അതായത് കേരളത്തിൻ്റെ പുരോഗതി പിന്നോട്ടടിക്കുന്ന ഒരു സർക്കാരാണിത്. അതേപ്പറ്റിയിട്ടുള്ള കാർട്ടൂണാണ് ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷൻ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വരയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വരയിലോട്ട് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ആമയുടെ പുറത്താണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ ഇരിക്കുന്നത്, സ്വകാര്യ സർവകലാശാലയായിട്ട്. കേരളത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുവാണ് അദ്ദേഹം. പിന്നെ വയലാറിൻ്റെ അശ്വമേധമായിരുന്നെങ്കിൽ ഇവിടെ പിണറായിയുടെ ആമവേദമാണ് ഇവിടെ നടക്കുന്നത്. ആമയാണ് പുള്ളി നയിക്കുന്നത്.